നായിരമ്പലം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ദിന മഹോത്സവം ഫെബ്രുവരി 24 മുതൽ 28 വരെ വിവിധ ചടങ്ങുകളോടെ ഭക്ത്യാദരപൂർവ്വം നടക്കും. This news brought to you by Kalpaga Weddings, North Parur. അനന്തവിശ്വാസത്തിന്റെ അർച്ചന നാമമന്ത്രങ്ങൾ ആകാശത്ത് മുഴങ്ങിയ പുണ്യപ്രഭാതത്തിൽ നായിരമ്പലം വലിയ തമ്പറമ്പ് AVPV സഭ വക മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവം ആത്മീയ മഹിമയോടെ ആരംഭിച്ചു. ക്ഷേത്രം തന്ത്രി അരിയന്നൂർ ഇല്ലം ശംഭു നമ്പൂതിരിയുടെയും മേൽശാന്തി മുരളി മോഹൻ എമ്പ്രാന്തിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകൾ ദൈവസാന്നിധ്യത്തിന്റെ ദീപ്തി പകരുന്നവയായി. പ്രഭാതത്തിലെ പുണ്യവേളയിൽ വെളുപ്പിന് 5 മണിക്ക് നടതുറപ്പോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് നടന്ന നാരായണീയ പാരായണം ക്ഷേത്രാന്തരീക്ഷത്തെ ഭക്തിസാന്ദ്രമാക്കി. ഉഷപൂജയും കലശാഭിഷേകവും വൈദിക മന്ത്രോച്ചാരണങ്ങളോടെ സമ്പ്രദായ ശുദ്ധിയോടെ നടന്നു. ഓരോ കർമ്മവും ഭക്തഹൃദയങ്ങളിൽ ആത്മവിശ്വാസവും ആത്മശാന്തിയും നിറച്ചു. ഉച്ചയ്ക്ക് നടന്ന മഹാ അന്നദാനം ദൈവസേവനത്തിന്റെ ഉജ്ജ്വല പ്രതീകമായി മാറി. നിരവധി ഭക്തജനങ്ങൾ പങ്കുചേർന്ന് പ്രസാദം സ്വീകരിച്ചപ്പോൾ സാഹോദര്യവും സമത്വവും നിറഞ്ഞ ആത്മീയ സന്ദേശം സമൂഹത്തിലേക്ക് പകരപ്പെട്ടു. വൈകിട്ട് വെളിയത്തമ്പറമ്പ് കടപ്പുറത്തു നിന്ന് ആരംഭിച്ച താലവും കാവടി ഘോഷയാത്രയും സന്നിധിയിൽ സമാപിക്കുമ്പോൾ ഭക്തിനാദങ്ങൾ അന്തരീക്ഷം മുഴുവൻ നിറഞ്ഞു. ശാന്തതയും ആനന്ദവും ചേർന്ന ആ ഘോഷയാത്ര മഹോത്സവത്തിന് ഉജ്ജ്വലത പകർന്നു. തുടർന്ന് നടന്ന സ്റ്റേജ് പരിപാടികൾ ആത്മീയ സാംസ്കാരിക ഭാവത്തോടെ മഹോത്സവാഘോഷങ്ങൾക്ക് മാറ്റൊരുക്കി. ഞാൻ വന്നിട്ട് ഏകദേശം 23 വർഷം കഴിഞ്ഞു. 23ാമത്തെ ഉത്സവം നടക്കുകയാണ്. ഇന്നത്തെ ചടങ്ങുകളെന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാ ദിവസവും 5 മണിക്ക് നട തുറന്ന് നൃത്തല്യം കഴിഞ്ഞ് ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ, അങ്ങനെ 3 പൂജകളാണ് ദിവസം. വിശേഷം ഇവിടുത്തെ മഹോത്സവം മേടമാസത്തിലെ തിരുവോണത്തിനാണ് മഹോത്സവം ഉത്സവമായിട്ട് കൊണ്ടാടുന്നത്. കുംഭത്തിലെ പുണർദമാണ് പ്രതിഷ്ഠാദിനം. പുനഃപ്രതിഷ്ഠ കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് കുംഭമാസത്തിലെ പുണർദം. ദിവസമാണ് ഇവിടെ പ്രധാന ദിവസമാണ് കാണുന്നത്. സന്താന സൗഭാഗ്യത്തിനും സർവൈശ്വര്യത്തിനും വേണ്ടി ആളുകളോട് വഴിപാട് നടത്തുന്നു. പ്രധാന വഴിപാട് പാൽപ്പായസവും പിന്നെ പിന്നെ വെണ്ണ നിവേദ്യം. 5 ദിവസം നീളുന്ന ഈ മഹോത്സവത്തിന്റെ തുടർന്നുള്ള ദിവസങ്ങളിലും പ്രത്യേക പൂജകൾ, അന്നദാനം, സാംസ്കാരിക പരിപാടികൾ എന്നിവ ഭക്തജനങ്ങൾക്ക് ആത്മീയാനുഭവമായി തുടരും.